ഞാനിപ്പോ പറയാൻ പോകുന്നത് ഇന്ന് നമ്മളത്തെ ക്ലാസ് എന്ന് പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നിങ്ങൾക്കറിയാമോ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന്? ആകർഷണ നിയമം. ഓക്കെ, ആകർഷണ നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. മലയാളത്തിൽ പറയുന്നതാണ് ആകർഷണ നിയമം. ഇപ്പം നമ്മളൊരു കാന്തമാണെന്ന് വിചാരിക്കുക. ആ കാന്തം വേറൊരു കാന്തത്തെ ആകർഷിക്കുന്ന പറയുന്നത് അല്ലെ? ഒരു കാന്തം മറ്റൊരു കാന്തത്തെ ആകർഷിക്കുമല്ലോ. അതുപോലെയാണ് നമ്മുടെ ചിന്തകൾ. നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തകളാണ് ഉണ്ടാവുന്നത്, ആ ചിന്തകൾ മറ്റുള്ള ചിന്തകളെ ആകർഷിക്കും. അപ്പൊ നമ്മളിപ്പോ നെഗറ്റീവ് ചിന്തകളാണ് എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാണ്. അയ്യോ എനിക്കിത് വന്നല്ലോ, എനിക്ക് അത് വന്നല്ലോ, ഇങ്ങനെ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ചിന്തകൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നെഗറ്റീവ് മാത്രമേ സംഭവിക്കുള്ളൂ. നമുക്ക് പോസിറ്റീവായിട്ട് ഒരു കാര്യം സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ എപ്പോഴും നമ്മളിങ്ങനെ നിരീക്ഷിക്കുക. നമ്മുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുക. നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലോട്ട് കടത്താതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിലോട്ട് കടത്താതിരിക്കാൻ നോക്കുക. നമ്മൾ പോസിറ്റീവ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പോസിറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് ആകർഷിക്കുക. അപ്പൊ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആവുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. അതാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ഇപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തകളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഇനിയുള്ള ഒരാഴ്ച, അടുത്ത സൺഡേ ആണ് ഇനി അടുത്ത ക്ലാസ്, അതുവരെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് തോട്ട് ചെയ്യുന്നത്? നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? എന്തെങ്കിലും ഒരു വരുമ്പോ ഇത്രയല്ലേ വന്നുള്ളൂ, നമ്മൾ ഈ ഒരു ഇതിന് രക്ഷപ്പെട്ടല്ലോ, നമുക്ക് ഇത്രയല്ലേ വന്നുള്ളൂ, നമ്മളെ രക്ഷിക്കാൻ ഇന്ന ആള് എത്തിയില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ച് നമുക്കത് പോസിറ്റീവ് ചിന്തയാക്കി മാറ്റാൻ കഴിയും. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇനി പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല? ഞാൻ ഇത് ചെയ്തിട്ടും എനിക്ക് എന്റെ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം എന്നിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ലൈഫ് കോച്ചിങ് ബാംഗ്ലൂർ 3 years ചെയ്തു. അത് കഴിഞ്ഞ് 2 years ഞാൻ കേരളത്തിൽ ചെയ്തു. അപ്പോഴൊക്കെ ആ ഒരു കോഴ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഓരോരുത്തർ ഡൗട്ട് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്, എന്റെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന്. എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല? അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്താന്ന് വെച്ചാല് നമ്മുടെ മനസ്സിൽ സാഡ്നെസ് എപ്പോഴും, ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് ദുഃഖപുത്രിയായിട്ട് നടക്കും. എപ്പോ നോക്കിയാലും മൈൻഡിൽ സാഡ്നെസ്. ഒന്ന് ചിരിച്ചു കാണാൻ വേണ്ടി നമ്മൾ കൊതിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ? ചില ആൾക്കാർ എപ്പോഴും ദുഃഖപുത്രികളാണ്. അതുപോലെ ഒരിക്കലും നമ്മൾ ആവരുത്. എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഹാപ്പിനെസ്, നമുക്ക് ഹാപ്പി ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിനെസ് അഭിനയിക്കുക. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിന് അറിയത്തില്ല നമുക്ക് ഹാപ്പി ആണോ സാഡ് ആണോ ഒന്നും നമ്മുടെ ഉപബോധ മനസ്സിന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന ഉപബോധ മനസ്സിന്റെ വിചാരം നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്. നമ്മുടെ തോട്ട്സ് എപ്പോഴും നമ്മൾ ഹാപ്പി, ഐ ആം സോ ഹാപ്പി, ഐ ആം സോ ലക്കി, ഐ ആം സോ ഹാപ്പി, ഇങ്ങനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാല് നമുക്ക് താനെ ഹാപ്പിനെസ് നമ്മുടെ ഫേസിൽ വരുന്നാണ് പറയുന്നത്. അത് വരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് ഹാപ്പിനെസ് ആണെന്ന് വിചാരിച്ച് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. അതേസമയം നമ്മുടെ സാഡ്നെസ്സിൽ ഇരുന്നാല് നമുക്ക് ഒരു കാര്യം, നമ്മൾക്ക് ഈ ആകർഷണ നിയമം വഴി നമുക്ക് ഒരു ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ കഴിയില്ല. കുറേ ആഗ്രഹങ്ങൾ എന്താ വെച്ചാല് കാറ് വാങ്ങിക്കുക, വീട് വാങ്ങിക്കുക, പിന്നെ കുട്ടികളുടെ സ്റ്റഡീസ്, പിന്നെ കുട്ടികളുണ്ടാകാത്ത അമ്മമാര്, പിന്നെ അതുപോലെ തന്നെ കല്യാണം നടക്കാത്ത ആൾക്കാര്, അവർക്കൊക്കെ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. ഈ ലോ ഓഫ് അട്രാക്ഷന് കുറെ ടെക്നിക്സും ഉണ്ട്. പക്ഷെ ഈ ടെക്നിക്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്താലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തായിരിക്കണം? ഒന്നാമത് നമ്മൾ ഫുൾ ഓഫ് ഹാപ്പിനെസ്സിൽ ഇരിക്കുക. ഓക്കെ, ഫുൾ ഓഫ് ഹാപ്പിനെസ്സിൽ ഇരിക്കുക. രണ്ടാമതെന്ന് വെച്ചാൽ ഫോർഗീവ്നെസ്. അതായത് ഇപ്പൊ നമ്മളോട് ഒരാൾ ഭയങ്കരമായിട്ട് തെറ്റ് ചെയ്തു. ഇപ്പം അയാളോട് നമുക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ നമ്മൾ ചെയ്തത്. പക്ഷെ നമ്മൾ അയാളോട് പൊറുക്കണം. ഞാൻ പറയുന്നത് അവരോട് നേരിട്ട് പോയി നമ്മൾ മാപ്പ് പറയണം എന്നല്ല. നമ്മുടെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് നമ്മൾ പൊറുക്കണം. നമ്മുടെ മനസ്സിൽ കൊണ്ട് നമ്മൾ അവരോട് മാപ്പ് കൊടുക്കുക, ഫോർഗീവ് ചെയ്യുക. അപ്പൊ നമുക്കാണ് നല്ലത് വരുന്നത്. നമ്മളിപ്പോ വിചാരിച്ചു എന്നോട് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്ത് എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ. എന്താന്ന് വെച്ചാൽ നമ്മള് ഫോർഗീവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയത്.
എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ഫോർഗീവ്നെസ് വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, എനിക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ കാര്യം നമ്മൾ ആദ്യത്തെ നമ്മൾ ഹാപ്പിനെസ്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നെഗറ്റീവ് തോട്ട്സിനെ വിട്ട് കളയുക. മനസ്സിൽ നിന്ന് നമ്മളെ മനസ്സിനെ നിരീക്ഷിച്ച ചിന്തകളെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അതിനെ പുറത്തേക്ക് കളയുക. പോസിറ്റീവ് മാത്രം നമ്മളിലോട്ട് എടുക്കുക. രണ്ടാമത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ, പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞ ഫോർഗീവ്നെസ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പകയോ ദേഷ്യമോ ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് മാപ്പ് കൊടുക്കുക നമ്മുടെ മനസ്സുകൊണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കും. അപ്പോഴും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. പിന്നെ അടുത്തതായി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമുക്ക് എല്ലാത്തിനും, നമുക്ക് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നന്ദി പറയുക. അതായത് പ്രപഞ്ചത്തിനോട് നന്ദി പറയാം. നമുക്ക് നമ്മുടെ ശരീരത്തോട് തന്നെ നമുക്ക് നന്ദി പറയാം, അല്ലെ? എനിക്കിപ്പോ കണ്ണ് കാണാനുള്ള കഴിവുണ്ട്, ഇല്ലേ? അതിന് എനിക്ക് നന്ദിയുണ്ട്. അതുപോലെ കാത്, ചെവി കേൾക്കാനുള്ള കഴിവുണ്ട്, അതിന് നന്ദി പറയുക. നമുക്ക് രാവിലെ എണീക്കാൻ സാധിക്കുന്നതിന് നന്ദി പറയാം. നമുക്ക് നടക്കാൻ സാധിക്കുന്നതിന് നന്ദി പറയുക, അല്ലേ? ഇപ്പൊ നമുക്ക് നടക്കാൻ സാധിച്ചാലേ നമ്മൾ എണീറ്റ് നടന്ന് പോയി അപ്പുറത്തെ റൂമിലോട്ടൊക്കെ പോയി വരാനും പുറത്തു പോകാനൊക്കെ സാധിക്കുന്ന കാലുകളുണ്ട്. അപ്പൊ കാലുകൾക്ക് നന്ദി പറയാം. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിനും ഇപ്പൊ നമുക്ക് എന്താണോ ഉള്ളത് അതിന് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് എന്താണോ ഉള്ളതിന് നമുക്ക് നന്ദി ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മൾ ലഭിക്കുന്നതാണ് പറയാം. ഇപ്പൊ ഞാൻ പറയൂ, എനിക്ക് എന്റെ വീട് ചെറുതാണല്ലോ, അല്ലെങ്കിൽ എന്റെ കാറ് ചെറുതാണല്ലോ, എനിക്ക് BMW കാറില്ലല്ലോ, അങ്ങനെയൊന്നും പറയരുത്. എന്താന്ന് വെച്ചാൽ എനിക്കിപ്പം ഉള്ള കാറിൽ എനിക്ക് ഇത്രയും നല്ലൊരു കാർ ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാറ് നമ്മളിലോട്ട് വരുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ വഴി പറയുന്നത്. മനസ്സിലായോ? ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്തിൽ നന്ദിയുള്ളതാണോ ആ നന്ദിയിലൂടെ നമുക്ക് നന്മകൾ വരുന്നതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? ഫസ്റ്റ് നെഗറ്റീവ് എനർജി, നെഗറ്റീവ് തോട്ട്സിനെ റിമൂവ് ചെയ്യുക. അടുത്തത് ഹാപ്പിനെസ്, ഫുൾ ഓഫ് ഹാപ്പിയിലിരിക്കുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, പിന്നെന്താണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്? അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ അവരെന്നെ അവർക്ക് എന്നെ ഇഷ്ടേ ഇല്ല, ഇവർക്ക് എന്നെ ഇഷ്ടമില്ല, അങ്ങനെയൊന്നും പറയണ്ട. നമ്മൾ എല്ലാരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. നമ്മൾ ആരെന്ത് ചെയ്തു എന്നൊന്നും നോക്കണ്ട. നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. നമ്മൾ മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കുക. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ വഴക്കിട്ടാലൊക്കെ പറയുമോ അവർക്ക് എന്നോട് സ്നേഹമില്ല, അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമായി, നമ്മൾ ആ വിഷമത്തിൽ ഇരുന്നാൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യത്തില്ല. നമ്മളപ്പോ ഐ ഡോണ്ട് കെയർ മോഡിൽ വിടുക. ഇപ്പം എന്നെ സ്നേഹിച്ചില്ല എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ സ്നേഹിക്കുക. നമ്മൾ മനസ്സറിഞ്ഞ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയാ. അപ്പം ഈ അൺകണ്ടീഷണൽ ലവ് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവും. ഓക്കെ, അപ്പം നമ്മള് മൈൻഡ്ഫുൾനെസ് ആവും. അതായത് നമ്മൾ അൺകണ്ടീഷണൽ ലവ് ആവുമ്പോഴത്തേനും നമുക്ക് സ്നേഹം കൊണ്ട് മറ്റുള്ളവരോട് നല്ല സ്നേഹത്തോടെ ഇടപെടുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ്ഫുൾനെസ് വരുന്ന പറയുന്നത്. ആ ടൈമിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരും. ഓക്കെ, അപ്പൊ നമ്മള് ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് പല പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? വീട് വേണമെങ്കിൽ വീട്, വാഹനങ്ങള്, പിന്നെ അതുപോലെ ഇല്ലാത്തവർക്ക് കുട്ടികൾ, മാരേജ് നടക്കാത്തവർക്ക് മാരേജ്, പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രോബ്ലംസ്, അതിനുള്ള ടെക്നിക്സുകളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് മാത്രം ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്, ലോ ഓഫ് അട്രാക്ഷന്റെ. ഇത്രയും മനസ്സിലാക്കുക. ഇനി ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇനിയിപ്പം ആർക്കും പറയാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒന്ന് ചെറിയൊരു എന്താ പറയാ, ഒരു മെഡിറ്റേഷൻ ചെയ്യാം. എന്താണ് മെഡിറ്റേഷൻ? എല്ലാവരും കണ്ണടച്ചിരിക്കുക. കണ്ണടച്ച് നല്ല എന്താ പറയാ, കണ്ണടച്ച് ഇരിക്കുക. കുറച്ചു നേരം ശാന്തമായി ഇരിക്കുക. പതുക്കെ നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരമാകെ വ്യാപിക്കുന്നതായി നമ്മൾ കാണുക. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ
നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് തോട്ട്സും പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. Take a deep breath. Breathe out. Breathe in. Breathe out. അപ്പം ഞാൻ ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പറയുമ്പം നമ്മുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദേഷ്യത്തെയും, എല്ലാ പക, അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സിനും മൊത്തം നമ്മൾ മനസ്സിന്റെ വെളിയിലോട്ട് പുറന്തള്ളുക. ഡീപ് ബ്രീത്ത് ഇൻ പറയുമ്പോൾ എല്ലാ പോസിറ്റീവ് തോട്ട്സ്, അൺകണ്ടീഷണൽ ലവ് എല്ലാം നമ്മുടെ ഉള്ളിലോട്ട് വരുന്നതായി സങ്കല്പിക്കുക. ഞാൻ ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കുക. എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് കോച്ച് ബിബി പറഞ്ഞത്? ലോ ഓഫ് അട്രാക്ഷൻ, അതിന്റെ വർക്ക് ചെയ്യാതിരിക്കുന്നത് ആർക്കാണ്, അത് വർക്ക് ചെയ്യുന്നത് ആർക്കാണ്, അല്ലേ? അതെല്ലാം ഒന്ന് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. അപ്പം ഇത്രയും നല്ല അറിവുകൾ പറഞ്ഞു തന്ന വിബി അരുൺ ലൈഫ് കോച്ചിന് ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡോടെ നിങ്ങൾ നന്ദി പറയുക, മനസ്സിന്റെ ഉള്ളിൽ നന്ദി പറയുക. അതുപോലെ നമ്മള് ഇത് കാണാൻ നമുക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ടല്ലേ, കമ്പ്യൂട്ടർ ഫോണൊക്കെ ഉള്ളത്. അപ്പൊ ആ സോഷ്യൽ മീഡിയ നന്ദി പറയുക. അതുപോലെ നമ്മള് പല കാര്യങ്ങളും എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഈ വൈഫൈ കണക്ഷൻ, ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ സാധിച്ചത്. അതിന് നന്ദി പറയുക. ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, അതായത് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ പുറത്തേക്ക് കളഞ്ഞിട്ട് പെട്ടെന്ന് ആ ചിന്തകളെ പോസിറ്റീവിലേക്ക് മാറ്റുക. നമുക്ക് ഇതുവരെ ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. കണ്ണടച്ച് 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. എന്നിട്ട് വളരെ പതുക്കെ കൈ നന്നായി തിരുമുക. കൈ നന്നായി തിരുമുമ്പോൾ നമ്മുടെ കൈവെള്ളയിൽ ചൂട് അനുഭവപ്പെടും. ആ ചൂട് നമ്മുടെ കണ്ണുകളിലേക്ക് വെക്കുക. കണ്ണ് വളരെ പതുക്കെ തുറക്കുക. കണ്ണ് തുറന്ന് കൈവെള്ളയിലോട്ട് നോക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചശക്തിക്ക് നന്ദി, സർവേശ്വരൻ നന്ദി, 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 നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി.